അംബേദ്കർ വിവാദത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡോക്ടർ ബി.ആർ. അംബേദ്കറെ കുറിച്ച് രാജ്യസഭയിൽ താൻ ഇന്നലെ നടത്തിയ പരാമർശം കോൺഗ്രസ് വളച്ചൊടിച്ചുവെന്ന് അമിത്ഷാ ആരോപിച്ചു. അംബേദ്കറുടെ പേര് ആവർത്തിച്ചു പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നുവെന്നും അത്രയും തവണ ദൈവനാമം ജപിച്ചാൽ സ്വർഗം കിട്ടുമെന്നുമായിരുന്നു അമിത്ഷായുടെ വിവാദമായ പരാമർശം. അസത്യം കൊണ്ട് സത്യത്തെ മറയ്ക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അവരാണ് അംബേദ്കർ വിരുദ്ധർ. ഭരണഘടനയെ അംഗീകരിക്കാത്തതും കോൺഗ്രസ് ആണ്. ഒരു പകലും ഒരു രാത്രിയും കത്തിയ വിവാദത്തിനൊടുവിൽ മാധ്യമങ്ങളെ കണ്ട് കോൺഗ്രസിനെതിരെ അമിത്ഷാ പൊട്ടിത്തെറിച്ചു. वो तय हो गया कि कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है, कांग्रेस पार्टी आरक्षण विरोधी पार्टी है, कांग्रेस पार्टी संविधान विरोधी पार्टी है। कांग्रेस पार्टी ने सावरकर जी का भी अपमान किया। कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी. തന്റെ പരാമർശം സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി എഡിറ്റ് ചെയ്താണ് കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിച്ചത്. ഇന്ദിരയും നെഹ്റുവും സ്വയം ഭാരതരത്നം നൽകിയവരാണ്. അംബേദ്കറിന് ഭാരതരത്നം നൽകാതെ അപമാനിച്ചവരാണ് കോൺഗ്രസ്. 1990-ൽ ഡോക്ടർ അംബേദ്കറെ ഭാരതരത്നം നൽകി ആദരിച്ചത് BJP പിന്തുണച്ച സർക്കാരായിരുന്നു, അമിത്ഷാ പറഞ്ഞു. ഇന്നലെ ഭരണഘടനാ ചർച്ചയ്ക്കിടെയായിരുന്നു അമിത്ഷായുടെ വിവാദ പ്രസംഗം. അംബേദ്കർ 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 എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഇത്രയും തവണ ദൈവനാമം ജപിച്ചാൽ ഇവർക്ക് 7 സ്വർഗം കിട്ടിയേനെ. ഇതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ. अम्बेडकर 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 इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. तो अच्छी बात है ना. ना सुनिए, तो सुनिए ना, आप सुनिए ना, मैं बताता हूं. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അടക്കം പ്രസംഗത്തിന്റെ ഈ ഭാഗം എക്സിൽ പങ്കുവച്ചു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും എല്ലാം പക്ഷം ചേർന്നു. പ്രതിപക്ഷ പാർട്ടികളും വിഷയം ഏറ്റെടുത്തു. ഇന്ന് പ്രതിപക്ഷ എംപിമാർ അംബേദ്കർ ചിത്രങ്ങളുമായാണ് സഭയിലെത്തിയത്. തൃണമൂൽ രാജ്യസഭാ നേതാവ് ഡെറിക് ഒബ്രിയാൻ പ്രത്യേക അവകാശ പ്രമേയം അവതരിപ്പിച്ചു. അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. 2 തവണ ഇരുസഭകളും തടസ്സപ്പെട്ടു. അമിത്ഷായെ പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി നേരിട്ടെത്തി. അംബേദ്കറിന്റെ പേരാവർത്തിക്കുന്നത് നല്ലത് തന്നെയെന്നാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. ദളിത് വിഭാഗങ്ങൾക്കെതിരായ ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ നടന്നത് കോൺഗ്രസ് ഭരണത്തിലാണ്. അംബേദ്കറുടെ പാരമ്പര്യം ഇല്ലാതാക്കാനാണ് നെഹ്റു മുതൽ ഇങ്ങോട്ട് ശ്രമിച്ചത് എന്നിങ്ങനെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതിരോധം. ഒടുവിൽ അമിത്ഷാ നേരിട്ടെത്തി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. കോൺഗ്രസ് ക്യാമ്പ് മിണ്ടാതിരിക്കാനിടയില്ല. ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിവാദം കെട്ടടങ്ങാതെ തുടരുമെന്നുറപ്പ്. ന്യൂസ് മലയാളം, ഡൽഹി.